വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ 4ാമത്തെ പാർട്ടാണ്. നമ്മൾ ഓൾറെഡി 3 പാർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയൊരു 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കിതിൽ നോക്കാനുണ്ട്. അപ്പോൾ ഇനിയൊരു പാർട്ട് കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4ാമത്തെ പാർട്ട് നോക്കാം. First question. An amplifier has a maximum output of 10 volt. ഒരു ആംപ്ലിഫയറിന്റെ maximum output 10 volt ആണ്. The bandwidth of this amplifier എന്ന് പറയുന്നത് which is defined as the frequency range over which the output is above. അതായത് നമുക്കറിയാം bandwidth എന്ന് പറയുന്നത് ഒരു particular range of frequencies ആ വരിക അല്ലേ. അപ്പോൾ അത് ഏതൊക്കെ ഔട്ട്പുട്ട് above എത്ര വോൾട്ട് വരെ ഉള്ളതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ആണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് 5 വോൾട്ട്, 5.77 വോൾട്ട്, 7.07 വോൾട്ട്, 9 വോൾട്ട്. നമുക്ക് ആൻസർ വരുന്നത് 7.07 വോൾട്ട് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടണം എന്നുള്ളത് നോക്കാം. The bandwidth എന്ന് പറയുന്നത് which is measured between the half power points. നമുക്കറിയാം -3 ഡെസിബൽ പോയിന്റ്സിന് ഇടയിലുള്ള റേഞ്ച് ആണ് ആക്ച്വലി ബാൻഡ്വിഡ്ത്ത് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസികളിൽ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഡ്രോപ്സ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം. ആ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൽ എന്ത് പറ്റും, ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് മാക്സിമത്തിന്റെ ഹാഫ് ആയിട്ട് മാറുന്നതാണ് പറയുന്നത്. ഇതാണ് ബാൻഡ്വിഡ്ത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഈസ് മെഷേർഡ് between the half power points at these frequencies. The output power drop എന്ന് പറയുന്നത് half of its maximum ആയിരിക്കും. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജും പവറും നമുക്കറിയാം P proportional to V square ആണ് അല്ലേ. അതായത് P is equal to V square by R, P is equal to VI, P is equal to I square R. ഇങ്ങനെയാണ് നമ്മൾക്ക് പവറിന്റെ ഇക്വേഷൻസ് വരാം. അപ്പോൾ വോൾട്ടേജ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് V square by R എടുക്കുന്നത്. അതായത് P എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V square ആണ്. അപ്പോൾ ഹാഫ് പവർ കണ്ടീഷൻസ് വരുമ്പോൾ V square by അതിന്റെ മാക്സിമം എടുക്കുക. V square max എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രയാണ് കിട്ടേണ്ടത്, അത് ഹാഫ് പവർ പോയിന്റ് അല്ലേ. അപ്പോൾ 1/2 ആണ് നമുക്ക്, അതായത് പവർ ഹാഫ് ആവുന്ന കണ്ടീഷൻ ആണല്ലോ. അപ്പോൾ V square max എന്ന് പറയുന്നത് 1/2 കിട്ടും. അപ്പോൾ V is equal to എന്ത് കിട്ടും, V max divided by √2 എന്ന് കിട്ടും അല്ലേ. അതായത് V square is equal to 1/2 V max സ്ക്വയർ കിട്ടും. രണ്ട് ഭാഗം സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് V is equal to V max by √2 എന്ന് കിട്ടും. ഓക്കെ, ഇനി വാല്യൂസ് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 10 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 10/√2 ആണ് വരിക, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7.07 വോൾട്ട് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഡസ് എ കപ്പാസിറ്റർ ടേക്ക് ടു ബിൽഡ് അപ്പ് എ ചാർജ് വിത്ത് 10 millijoule of energy if the charging current of 100 milliampere taken by a 100 microfarad capacitor? Options 13.312 millisecond, 12.54 millisecond, 14.14 millisecond, 12.12 millisecond. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ മച്ച് ടൈം ഡസ് എ കപ്പാസിറ്റർ ടേക്ക് ടു ബിൽഡ് അപ്പ്. ഒരു കപ്പാസിറ്ററിന് എത്ര ടൈം വേണം ടു ചാർജ് വിത്ത്, അതിന്റെ എനർജി 10 millijoule തന്നിട്ടുണ്ട്. ഇപ്പൊ ചാർജിങ് കറണ്ട് 100 milliampere തന്നിട്ടുണ്ട്. ടേക്കൺ ബൈ ഒരു 100 microfarad കപ്പാസിറ്ററിന് അക്രോസ് നമുക്ക് വരുന്ന ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് 100 milliampere തന്നിട്ടുണ്ട്. അതിന്റെ എനർജി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എത്ര ടൈം എടുക്കും ചാർജ് ചെയ്യാന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ആ ടൈം ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആൻസർ വരേണ്ടത് 14.14 millisecond ആണ്. നമുക്കത് എങ്ങനെ കിട്ടണം നോക്കാം. അപ്പൊ നമ്മൾക്കറിയാം ഒരു കപ്പാസിറ്ററിൽ കൂടെയുള്ള എനർജി എന്ന് പറയുന്നത് E is equal to half CV square ആണ് അല്ലെ. അത് നമ്മളുടെ ഇൻഡക്ടറിൽ കൂടെയാണെങ്കിൽ half LI square ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ എനർജി നമ്മൾക്ക് തന്നിട്ടുണ്ടല്ലോ 10 millijoule ആണ് അല്ലെ. അപ്പൊ 10 millijoule 10 × 10⁻³ ജൂൾ എന്ന് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. കപ്പാസിറ്റർ എന്ന് പറയുന്നത് 100 microfarad ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 100 × 10⁻⁶ ഫാരഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇയും കിട്ടിയിട്ടുണ്ട്, സിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് വോൾട്ടേജ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ നിന്ന് കിട്ടും E is equal to half CV square ആണ്. അപ്പോൾ 2E is equal to CV square വരും. അപ്പോൾ 2E by C is equal to V square വരും. അപ്പോൾ V is equal to √2E by C വരും. ഇത് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ √2E by C കിട്ടും. അപ്പോൾ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which is equal to √2 × E എന്ന് പറയുന്നത്
10 into 10 raised to minus 3 എന്ന് പറയുന്നത് 10 raised to minus 2 ആണ് അല്ലേ? ഒരു ഇൻറ്റു 10 ചെയ്യുന്ന സമയത്ത് ഇതിലൊന്ന് കുറയും. അപ്പോൾ ഇൻറ്റു 10 raised to minus 2 ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് 100 into 10 raised to minus 6 ആണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് 100 ഇവിടേക്ക് പോകുന്ന സമയത്ത് 10 raised to minus 4 ആണ് വരിക. അപ്പോൾ അത് മുകളിലേക്ക് പോകുന്ന സമയത്ത് എത്ര ആൻസർ വരാം? അപ്പോൾ 2 into 10 raised to minus 2 into 10 raised to minus 4. Minus 4 plus 4 root which is equal to root of 2 into 10 square which is equal to root 200 വരും. root 200 എന്ന് പറയുമ്പോൾ root 2 into root 100 അപ്പോൾ root 100 പറയുമ്പോൾ 10 അപ്പോൾ root 2 into 10 ചെയ്യാം. നമുക്കറിയാം root 2 എന്ന് പറയുന്നത് 1.414 1.414 into 10 ചെയ്താൽ മതി. അതായത് 14.14 അത്രയും നമുക്ക് എന്ത് കിട്ടി? വോൾട്ട് കിട്ടി. ഇപ്പോൾ ഇ കിട്ടി, സി കിട്ടി, വി കിട്ടി അല്ലേ? അപ്പോൾ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ കണ്ടുപിടിക്കാമല്ലോ നമ്മൾക്ക്. അപ്പോൾ Q is equal to CV. Q is equal to CV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സി എന്ന് പറയുന്നത് നമ്മൾക്ക് 10 raised to minus 4 ആണ് വരിക അല്ലേ? 10 raised to minus 4 into V എന്ന് പറയുന്നത് 14.14. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1.414 into 10 raised to minus 3 കൂളം കിട്ടും. എന്ത്? Q എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ചാർജും കിട്ടി. ഇനി ചാർജും കറണ്ട് റിലേഷൻ നമുക്കറിയാം. എന്താണ് കറണ്ട് എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ചാർജ് പോകുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ dQ/dt അല്ലേ? അതായത് ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് അപ്പോൾ I is equal to Q/T ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇത് നിന്ന് T എന്ന് പറയുന്നത് dQ/I ആയിട്ട് വരും. അതായത് Q/I ആയിട്ട് വരും. അതാണ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ T is equal to Q/I ആണ്. അപ്പോൾ Qന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 1.414 into 10 raised to minus 3 ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് 0.1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 14.14 മില്ലി സെക്കൻഡ് ആണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചാർജ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. കാൽക്കുലേഷൻ സ്പീഡാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. A resistance load being connected to a DC network. ഒരു DC നെറ്റ്വർക്കിൽ ഒരു റെസിസ്റ്റൻസ് ലോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. വിച്ച് റിസീവ്സ് മാക്സിമം പവർ വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ് നെറ്റ്വർക്ക്. അതായത് സോഴ്സ് നെറ്റ്വർക്കിന്റെ റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസിന്റെ നെറ്റ്വർക്കും ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ നമുക്ക് മാക്സിമം പവർ ഈ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ട് ഡെലിവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് തിയറത്തിനെയാണ് അവർ പറയണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, തെവനിൻസ് തിയറം, സൂപ്പർ പൊസിഷൻ തിയറം, നൺ ഓഫ് ദ എബോവ്. നമുക്ക് സോഴ്സ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ് ആണ്. ആ സമയത്ത് മാക്സിമം പവർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏത് തിയറമാണത്? അത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറാണ് അല്ലേ? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താ പറയാം? വിച്ച് സേസ് ദ ലോഡ് receives maximum power when the load resistance is equal to the internal resistance of the source network as seen from the load terminals. അതാണ് അതിന്റെ ഡെഫിനിഷൻ വരിക. ഓക്കെ, അപ്പോൾ അതിൽ മാക്സിമം പവർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? Pmax is equal to VTH square divided by 4RTH. അപ്പോൾ അതിന് മാക്സിമം പവർ ചോദിച്ചു കഴിഞ്ഞാൽ തെവനിൻസ് റെസിസ്റ്റൻസും തെവനിൻസ് വോൾട്ടേജും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത് വിച്ച് ഈസ് അപ്ലൈഡ് ടു ബോത്ത് പാസീവ് ആൻഡ് ആക്റ്റീവ് നെറ്റ്വർക്ക്സ്. നമുക്ക് ഇതിൽ പാസീവ് നെറ്റ്വർക്കിലും അതുപോലെ തന്നെ ആക്റ്റീവ് നെറ്റ്വർക്കിലും നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നതാണ്? ഈ പറയുന്ന മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ മാക്സിമം പവർ എത്ര വരിക? Pmax is equal to VTH square divided by 4RTH ആണ്. സാധാരണ V²/R ആണ് നമ്മുടെ പവർ കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ ഒരു 1/4 കൂടെ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറിന്റെ ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. An LC circuit stores a total energy of E and maximum charge on the capacitor is assumed as Q. അപ്പോൾ അവിടെ ഒരു LC സർക്യൂട്ട് ആണ്. അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് E എന്ന് തന്നിട്ടുണ്ട്. കപ്പാസിറ്ററിൽ കൂടിയുള്ള മാക്സിമം ചാർജ് എന്ന് പറയുന്നത് Q എന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ബി ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇൻഡക്ടർ? ഇൻഡക്ടറിൽ കൂടിയുള്ള എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈൽ ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഈസ് Q/2. ചാർജ് ഓൺ കപ്പാസിറ്ററിലുള്ള ചാർജ് എന്ന് പറയുന്നത് Q/2 ആണെന്നുണ്ടെങ്കിൽ ഇൻഡക്ടറിൽ കൂടെയുള്ള എനർജി എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ഇൻ ടേംസ് ഓഫ് ഈ ഒരു ഫോമിലേക്ക് 2E/3 E/3 E 3E/4 ഈ റേഞ്ചിലാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇൻ ടേംസ് ഓഫ് ഇയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. 3E/4 ആ കിട്ടേണ്ടത്. എങ്ങനെ കിട്ടണമെന്ന് നോക്കാം. ടോട്ടൽ എനർജി ഓഫ് LC സർക്യൂട്ട് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി E എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. E എന്ന് പറയുന്നത് ½ CV² വിച്ച് ഈസ് ഈക്വൽ ടു
Q²/2c. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടെ അതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കുക. എനർജി എന്ന് പറയുന്നത് half CV², which is equal to in terms of നമ്മൾക്ക് Qന്റെ ടേംസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എനർജി എന്ന് പറയുന്നത് Q²/2c ആണ്. Q എന്ന് പറയുന്നത് മാക്സിമം ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ആണ്. എനർജി ഇൻ കപ്പാസിറ്റർ വെൻ ചാർജ് എന്ന് പറയുന്നത് Q/2 ആവുന്ന സമയത്ത് കപ്പാസിറ്ററിലുള്ള എനർജിയാണ് ചോദിക്കുന്നത്. അതെന്താണ്? Q²/2c ആണ്. അപ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പറഞ്ഞിട്ടുണ്ട് കപ്പാസിറ്റർ Q/2. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് വരും? Q/2 whole square divided by 2c വരും. അതായത് Q²/2² 4 വരും. 4 into 2 into c വരും. അതായത് Q²/8c ആണ് എന്ത് വരിക? UC അറ്റ് പ്രസന്റ്. കാരണം അതിന്റെ ചാർജ് Q/2 ആണ് തന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അതിന്റെ എനർജി എന്തായിട്ട് മാറി? Q²/8c ആയിട്ട് മാറി. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ഇൻ കപ്പാസിറ്റർ എന്ന് പറയുന്നത് UC/E ആണ്. അപ്പോൾ നമ്മളുടെ എനർജിയും ഇതും തമ്മിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് Q²/8c ഡിവൈഡ് ബൈ ഒറിജിനൽ വരേണ്ട എനർജി എന്ന് പറയുന്നത് Q²/2c ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതെന്തും ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത് 1/4 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് Q/2 ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ഹോൾഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് E/4 ആയിരിക്കും. അപ്പോൾ എനർജി ഇൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഇൻ കപ്പാസിറ്റർ, കാരണം LC സർക്യൂട്ട് ആണ്. അപ്പോൾ അതിൽ ടോട്ടൽ എനർജിയിൽ നിന്നും കപ്പാസിറ്ററിന്റെ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടറിൽ കൂടുതൽ എനർജി കിട്ടുമല്ലോ. അപ്പോൾ UL is equal to E minus UC വരിക അല്ലേ. അപ്പോൾ എനർജി എന്ന് പറയുന്നത് E ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള എനർജി നമുക്കിപ്പോൾ E/4 എന്ന് കിട്ടി. അപ്പോൾ 1/4 പോയി കഴിഞ്ഞാൽ 3/4 3/4 E കിട്ടി. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ കൂടിയാണ്. ഹാഫ് CV² കൂടാതെ എനർജിക്കുള്ള മറ്റൊരു ഫോർമുലയാണ് Q²/2c. അതും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര വരിക? 3/4 E ആണ് വരിക. The power factor of a RLC series circuit connected across 230 volt 50 Hz supply is 0.8. അതായത് ഒരു RLC സീരീസ് സർക്യൂട്ട് ആണ്. RLC സീരീസ് സർക്യൂട്ടിൽ കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് പവർ ഫാക്ടർ ഓഫ് ദ RLC സീരീസ് സർക്യൂട്ട് കണക്റ്റഡ് അക്രോസ് 230 വോൾട്ട് 50 ഹെർട്സ് എന്ന് പറയുന്നതിന്റെ പവർ ഫാക്ടർ അഥവാ cos phi എന്ന് പറയുന്നത് ആ സർക്യൂട്ടിന്റെ cos phi എന്ന് പറയുന്നത് 0.8 ആണ്. ഇഫ് ദ കപ്പാസിറ്റർ ഈസ് റിമൂവ്ഡ്, ഈ പറയുന്ന കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന പുതിയ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 എന്ന് 0.625 ആയിട്ട് കുറയും. വാട്ട് വിൽ ബി ദ പവർ ഫാക്ടർ ഇഫ് ഇൻഡക്ടർ ഈസ് ഓൾസോ റിമൂവ് ഫ്രം ദ സർക്യൂട്ട്? അപ്പോൾ ഇപ്പം നമ്മൾ കപ്പാസിറ്റർ കളഞ്ഞു. അപ്പോൾ കപ്പാസിറ്റർ കളഞ്ഞപ്പോൾ പവർ ഫാക്ടർ 0.625 ആയിട്ട് മാറി. ഇനി നമ്മൾ ഇതിൽ ഇൻഡക്ടറും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പവർ ഫാക്ടർ കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം കണ്ടീഷൻസ്. ഫസ്റ്റ് അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 0.8, 0.625, 0.45 ആണ് അല്ലേ. നമുക്ക് ആൻസർ നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സും തന്നിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ കേസ് ഇത് മൂന്നും കൂടെ ഉള്ള സമയത്ത് അതിന്റെ പവർ ഫാക്ടർ 0.8 ആണ്. രണ്ടാമത്തെ കേസ് 6 L മാത്രമുള്ള സമയത്ത് 0.625 ആണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ കേസ് ഇതിൽ 6 മാത്രം അയക്കുന്ന സമയത്തുള്ള നമ്മുടെ പവർ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos phi is equal to R/Z ആണ്. നമുക്ക് cos phi ആണല്ലോ പവർ ഫാക്ടർ. പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ Z ആണ്. അപ്പോൾ ഇതിൽ ഓരോ കേസ് എടുക്കുന്ന സമയത്ത് കേസ് 1 എടുക്കുന്ന സമയത്ത് cos phi എന്ന് പറയുന്നത് 0.8 ആണ്, which is equal to R/. ഇവിടെ 3 കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. R റെസിസ്റ്റൻസും ഉണ്ട്, ഇൻഡക്റ്റൻസും ഉണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റൻസും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിയാക്റ്റൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ R ഡിവൈഡ് ബൈ Z എന്ന് പറയുന്നത് 3 ഉള്ളതുകൊണ്ട് √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0.8 കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ cos phi 2 പറയുന്ന സമയത്ത് ആറും എല്ലും മാത്രമേ ഉള്ളൂ, കപ്പാസിറ്റർ നമ്മൾ കളഞ്ഞു. അപ്പോൾ ഇത് 0 ആയി, ഇതില്ല. അപ്പോൾ എന്താ വരിക? R ഡിവൈഡ് ബൈ √R² പ്ലസ് XL² എന്നാണ് വരിക. ഇനി റെസിസ്റ്റർ മാത്രമുള്ള സമയത്ത് cos phi എങ്ങനെയായിട്ട് മാറും? ഇതിൽ ഇതും ഇല്ല. അപ്പോൾ R ബൈ √R² പ്ലസ് XL 0 ആണ്, XC 0 ആണ്. അപ്പോൾ അത് 0 ആയിട്ട് മാറും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു R ബൈ √R² എന്ന് വരും. അപ്പോൾ √R² ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ വരിക? R തന്നെ വരിക അല്ലേ. അപ്പോൾ cos phi അതെ R തന്നെ വരും. അപ്പോൾ R ബൈ R വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1. cos phi ഈസ് ഈക്വൽ ടു 1. അപ്പോൾ പവർ ഫാക്ടർ പുതിയത് എത്രയാണത്? 1 ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. വരും റെസിസ്റ്റൻസ് മാത്രമുള്ള സമയത്തുള്ള അതിന്റെ വാല്യൂ ഇപ്പം നമുക്ക് എത്ര കിട്ടിയത്? 1 ആണ് കിട്ടിയത്.
അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് കറണ്ട് വാല്യൂ ഓഫ് സൈൻ വേവ്. സൈൻ വേവിന്റെ ആവറേജ് കറണ്ട് വാല്യൂ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. 0.707 ഐ പീക്ക്, 0.636 ഐ പീക്ക്, 1.33 ഐ പീക്ക്, 1.414 ഐ പീക്ക്. ഇതിൽ എത്രയാ വരിക? 0.636 ഐ പീക്ക് ആണ് കാണാതെ പഠിക്കുക കേട്ടോ. അപ്പോൾ ആവറേജ് കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.636 ഐ പീക്ക് ആണ് വരിക. അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് വരുന്നത്. ഒരു പ്യുവർ ആയിട്ടുള്ള സൈൻ വേവില് ആവറേജ് വാല്യൂ ഓവർ എ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ടോട്ടൽ ആവറേജ് എടുക്കുന്ന സമയത്ത് അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ടും ആവറേജ് വാല്യൂ പ്യുവർ ആയിട്ട് എടുക്കും. പക്ഷെ ആക്ച്വലി യൂഷ്വലി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ ആവറേജ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അത് ആവറേജ് ഓഫ് ദ റെക്ടിഫൈഡ് സൈൻ വേവ്, അതായത് ഹാഫ് വേവ് അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫൈഡ് എന്നാണ്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള സൈൻ വേവ് അല്ലാതെ അവർ റെക്ടിഫൈഡ് വേവ് ആണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഐ ആവറേജ് ഈസ് ഈക്വൽ ടു 2/i പീക്ക്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് 2im/π എന്നായിരിക്കും അല്ലെ. ഐ ആവറേജ് എന്ന് പറയുന്നത് 2im/π എന്നായിരിക്കും നിങ്ങൾ പഠിച്ചില്ല. അപ്പൊ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2/π എന്ന് പറയുന്നത് ഏതാണ്ട് ഈക്വൽ ടു 0.636. നിങ്ങൾ 1/π പഠിച്ചിട്ടുണ്ട്. 1/π ഈസ് ഈക്വൽ ടു 0.318 ആണ്. അപ്പോൾ 2/π എന്ന് പറയുന്ന സമയത്ത് 0.318 × 2 26 16 ശിഷ്ടം 1 6. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് 0.363 വന്നത്. അപ്പൊ ഐ ആവറേജ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 0.636 ഐ പീക്ക്. അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂസും കൂടെ ഒന്ന് പഠിക്കുക. നമുക്ക് അറിയാം √2 എന്ന് പറയുന്നത് 1.414 ആണ്. √3 എന്ന് പറയുന്നത് 1.73 ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇക്വേഷൻസ്, അങ്ങനെയുള്ള വാല്യൂസും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. 1/π ആണെങ്കിൽ 0.318 ആണ്. അപ്പൊ ആവറേജ് വാല്യൂ ഓഫ് പ്യുവർ സൈൻ വേവ് നമ്മൾ പറഞ്ഞതിന്റെ സൈൻ വേവിന്റെ വാല്യൂ എന്താ? 0.636 ഐ പീക്ക് ആണ്. അടുത്തത്, ഫോർ എ മ്യൂച്വലി കപ്പിൾഡ് കോയിൽസ് L1 ആൻഡ് L2. അപ്പൊ L1 ഉം L2 മ്യൂച്വലി കപ്പിൾഡ് കോയിൽസ് ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ K ഓൺലി ആണോ, K × L1 L2 ആണോ? അത് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. K × √L1 × L2 ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒരു മ്യൂച്വലി കപ്പിൾഡ് ആയിട്ടുള്ള L1ന്റെയും L2ന്റെയും കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണെന്ന് ചോദിക്കുന്നത്. അത് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. മ്യൂച്വൽ ഇൻഡക്ടൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് എന്ന് പറയുന്നത് M is equal to K × √L1 L2. അപ്പൊ ഇതിൽ നമുക്ക് ചിലപ്പോൾ M ഉം L1 ഉം L2 തന്നിട്ട് K കണ്ടുപിടിക്കാൻ പറയാം. അതാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് പറയുന്നത്. K എന്ന് പറയുന്നത്, M എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആ. രണ്ട് കോയിൽസ് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ രണ്ട് കോയിൽസിന്റെ ഇൻഡക്ടൻസ് വാല്യൂ ആണ് L1 ഉം L2. ഓക്കെ, അപ്പൊ ആ രണ്ട് ഇൻഡക്ടൻസ് വാല്യൂവും മ്യൂച്വൽ ഇൻഡക്ടൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് K കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ M കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗും L1 ഉം L2 തന്നു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ M എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസും L1 L2 എന്ന് പറയുന്നത് ആ ഓരോ കോയിലിന്റെയും സെൽഫ് ഇൻഡക്ടൻസും, K എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. അതിന്റെ വാല്യൂവിന്റെ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 0 to 1 റേഞ്ചിലാണ് ഉണ്ടാവുക. അപ്പൊ K എന്ന് പറയുന്നത് എന്താണ്? M / √L1 L2. ആ ഇക്വേഷൻ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ K is equal to M by, അതായത് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. M is equal to K × √L1 L2. അതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? K is equal to M by √L1 L2 എന്ന് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the equation for EMF induced in a coil rotated in uniform magnetic field by an angle theta from its vertical position എന്താണ്? അപ്പൊ equation of EMF induced in a coil, ഒരു കോയിലുള്ള EMF ഇൻഡ്യൂസ് ചെയ്തതിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇക്വേഷൻ ഫോർ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ റൊട്ടേറ്റഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ പറയുന്ന കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കൽ പൊസിഷൻ എന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ EMF എന്താണെന്നാണ് ചോദിക്കുന്നത്. EM cos omega t, E × sin omega t, EM sin omega t. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ വരിക. ആൻസർ വരുന്നത് EM sin omega t ആണ് അല്ലെ. നോക്കാം. അപ്പൊ when a coil of n turns, അപ്പൊ ഒരു കോയിലിന് n ടേൺസ് ഉണ്ട്, ഏരിയ A ഉണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. നമ്മളത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. അപ്പോൾ ഫ്ലെക്സ് ത്രൂ ഇറ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഫൈ എന്ന് പറയുന്നത് BA cos theta ആണ്. If the coil rotates such that theta is equal to omega t, then കോയിൽ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് such that തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫൈ എന്ന് പറയുന്നത് തീറ്റന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? BA cos omega t എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഫാരഡേസ് ലോ അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. E is equal to -d∅/t എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ആ ഫൈന്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. അപ്പൊ it is equal to -d/dt of BA cos omega t എന്ന് വരും. ഓക്കെ, അപ്പൊ അതിൽ BA കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് പുറത്ത് വന്നു. അപ്പൊ BA ×
കോസ് ഒമേഗ ടിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? മൈനസ് ഡി ബൈ ഡി ടി കോസ് ഒമേഗ ടി മാത്രം ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ആവും. അതുപോലെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ടി ചെയ്യുന്ന സമയത്ത് ഒമേഗ വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. അതായത് അങ്ങനെയാണ് വരിക, ബി എ എൻ ഡബ്ല്യു ഒമേഗ സൈൻ ഒമേഗ ടി എന്നാണ് നമുക്ക് വരിക. അപ്പോൾ അതിൽ ഇ എം എന്ന് പറയുന്നത് എൻ ബി എ എൻ ഡബ്ല്യു എന്നുള്ളത് നമുക്ക് ഇ എം എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇത് ഓൾമോസ്റ്റ് എന്തിനോട് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്? നമ്മളിപ്പോൾ തന്ന ഇക്വേഷനോട് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ആർ എൽ സി സീരീസ് സർക്യൂട്ട്. ഒരു ആർ എൽ സി സീരീസ് സർക്യൂട്ടാണ്, അതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് ഇൻഡക്ടൻസ് നമുക്ക് ആർ എൽ സി സീരീസ് എന്ന് പറയുമ്പോൾ ആർ എൽ സി. അപ്പോൾ ഇതിലെ വാല്യൂ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് 10 ഓം ആണ്, ഇൻഡക്ടൻസ് 0.1 ഹെൻറി ആണ്, 8 മൈക്രോ ഫാരഡും ആണ് അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആർ എൽ സി സീരീസ് സർക്യൂട്ടിന്റെ ബാൻഡ് വിഡ്ത്ത് 15 ഹെർട്സ്, 81 ഹെർട്സ്, 1.8 ഹെർട്സ്, 1 ഹെർട്സ്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. ആൻസർ വരുന്നത് 15 ഹെർട്സ് ആണ്. നമുക്ക് എങ്ങനെയാണ് കിട്ടാൻ നോക്കാം. അപ്പൊ നമുക്കറിയാം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് R/2πL ആണ്. അപ്പൊ അതിൽ ആറിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, എല്ലിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, സിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എൽ. എൽ എന്ന് പറയുന്നത് 0.1 ഹെൻറി ആണ്. ഇതിപ്പോൾ സപ്പോസ് മില്ലി ഹെൻറിയോ മെഗാ ഓം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൺവേർട്ട് ചെയ്യണം. ഹെൻറിയിലേക്കും ഓമിലേക്കൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 0.1 ഹെൻറി ആയതുകൊണ്ട് 0.1 തന്നെ കൊടുക്കാം. അതല്ല മില്ലി ഹെൻറി ആണെങ്കിൽ ഇൻറ്റു 10⁻³ കൊടുക്കണമായിരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 ഉം 10 ഡിവൈഡ് ബൈ 2π ഇൻറ്റു 0.1 കിട്ടും. അതായത് 10 ഡിവൈഡ് ബൈ 0.2π കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ടു 15.9 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഫൈനൽ ക്വസ്റ്റ്യൻ, എ സർക്യൂട്ട് വിത്ത് ആർ എൽ സി കോമ്പണൻസ്. ഒരു സർക്യൂട്ട് ഉണ്ട്, അതിന് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ആണ് അതിൽ കോമ്പണൻസ് ഉള്ളത്. അപ്പൊ അതിന്റെ ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറയുന്നത് ഓസിലേറ്ററി ആണ്. വെൻ റെസിസ്റ്റൻസീസ്, അതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാവുമ്പോഴാണ് അതിൽ കൂടെയുള്ള ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറയുന്നത് ഓസിലേറ്ററി ആവുന്നത്. അത് കണ്ടീഷനാണ്. ആ ഓസിലേറ്ററി ആവാനുള്ള കണ്ടീഷനാണ് ചോദിക്കുന്നത്. R less than 2 root of L by C, R greater than 2 root of L by C, R less than root of L by C, R equal to 0. ഇതിൽ ഏത് കണ്ടീഷനാണ് വരേണ്ടത്? ആൻസർ വരിക R less than 2 root of L by C ആണ്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പൊതുവെ കണ്ടീഷനിൽ ഒരു സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ ട്രാൻസിയന്റ് കറണ്ട് എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൽഫ എന്ന് പറയുന്നത് R/2L ആണ്, ഒമേഗ നോട്ട് എന്ന് പറയുന്നത് 1/√LC ആണ്. അപ്പൊ ഇതില് ഈ ആൽഫയും ഇതും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആൽഫ ലെസ് ദാൻ ഒമേഗ നോട്ട് ആണെന്നുണ്ടെങ്കിൽ അണ്ടർ ഡാംപ്ഡ്, അതാണ് ഓസിലേറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് കണ്ടീഷൻ? ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണ്. ആൽഫ ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് ആണെങ്കിൽ ഓവർ ഡാംപ്ഡ് ആണ്, അഥവാ അത് നോൺ ഓസിലേറ്ററി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. അപ്പൊ ആൽഫയും ഒമേഗയും ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കണ്ടീഷൻസ് ആണ്. ഓസിലേറ്ററി ആണെന്നുണ്ടെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കണം? ലെസ് ദാൻ ഒമേഗ നോട്ട് ആയിരിക്കണം. ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഓവർ ഡാംപ്ഡ് ആവും അല്ലേ. അപ്പൊ ഇത് ലെസ് ദാൻ പറയുമ്പോൾ ഇത് ചെറുതാ, അപ്പൊ ഇത് ചെറുത് പറയുമ്പോൾ അണ്ടർ, ഇത് ഒരുപാടാ, അപ്പൊ ഓവറാ. ആൽഫ ഓവർ ആവുന്ന സമയത്ത് ഒരുപാടാ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെക്കുക. അപ്പൊ അണ്ടർ ഡാംപ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രം ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഓസിലേറ്ററി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ആൽഫ ലെസ് ദാൻ ഒമേഗ നോട്ട് ആണ് ഓസിലേറ്ററി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആൽഫ എന്ന് പറയുന്നത് R/2L ആണ്, ലെസ് ദാൻ 1/√LC ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾക്ക് കിട്ടേണ്ടത് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കണ്ടീഷനാണ് അല്ലെ. അപ്പൊ ഇതിന്ന് ഈ 2L അങ്ങോട്ട് പോകും. R less than 2 into L divided by √L into √C. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു √L വരും. അപ്പൊ 2 root of L by C വരും. അപ്പൊ R less than 2 root of L by C ആണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ. അപ്പൊ R less than 2 root of L by C എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസിയന്റ് കറണ്ട് എന്തായിട്ട് മാറും? ഓസിലേറ്ററി ആയിട്ട് മാറും. അപ്പൊ അതാണ് കണ്ടീഷൻ. അപ്പൊ ഇത് ബാക്കിയുള്ളതും സപ്പോസ് ഇപ്പോൾ ഓസിലേറ്ററി അല്ല നോൺ ഓസിലേറ്ററിയോ അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഡാംപ്ഡിന്റെ കണ്ടീഷനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ ഇതുപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ മെയിൻ കാര്യങ്ങൾ കൂടാതെ ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ കണക്ട് ചെയ്തിട്ടൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ചുകൂടെ സ്പീഡപ്പ് ആവും. പക്ഷെ കുറെ വർക്ക്ഔട്ട് ചെയ്യണം, എന്നാൽ മാത്രം നമ്മൾ എക്സാമിന്റെ ടൈമിൽ നമുക്കൊരു ടൈം നമുക്ക് ആ ഒരു കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.
ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി ഒരു വീഡിയോ കൂടെ തന്നെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.